അന്താരാഷ്ട്ര മ്യൂസിയം ദിനാഘോഷത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് മ്യൂസിയത്തെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുന്നതിനായി വൈക്കത്ത് ചിത്രരചന കളറിംഗ് മത്സരം സംഘടിപ്പിച്ചു. വൈക്കം സത്യാഗ്രഹ സ്മാരക ഗാന്ധി മ്യൂസിയത്തിൽ നടന്ന മത്സരം പ്രശസ്ത കവിയും എഴുത്തുകാരനുമായ ശ്രീ MR രേണുകുമാർ ഉദ്ഘാടനം ചെയ്തു. വൈക്കം നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ D രഞ്ജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. ഭൂമിശാസ്ത്രപരമായിട്ട് ആണ് രാജ്യങ്ങൾ നിലനിൽക്കുന്നത്. പക്ഷേ അതിലപ്പുറം ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും യുക്തിയുടെയും ഒക്കെ മേഖലകളിൽ ലോകം മുഴുവൻ ഒരൊറ്റ കെട്ടായി യുണൈറ്റഡ് ആവേണ്ട ആവശ്യമുണ്ട്. യഥാർത്ഥത്തിൽ അത്തരം കാര്യത്തിലേക്ക് ലോകത്തെ മുഴുവൻ മനുഷ്യരും മുഴുവൻ ജീവജാലങ്ങളും പക്ഷിമൃഗാദികളും എല്ലാവരും നന്മയെ കരുതി, സാമൂഹ്യ നീതിയെ കരുതി, ജനാധിപത്യത്തെ കരുതിയൊക്കെ ഒരുമിച്ച് നിൽക്കേണ്ട ഒരുപാട് സന്ദർഭങ്ങൾ ജീവിതത്തിൽ വരാറുണ്ട്. നമുക്കറിയാം, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും യുദ്ധത്തിനെതിരാണ്. ആരെ തോൽപ്പിക്കുന്നു, ആരുടെ ഭാഗത്തെ ന്യായം എന്നല്ല നമ്മൾ ആലോചിക്കുന്നത്. യുദ്ധക്കെടുതിയിലൂടെ ആ ദേശത്തുണ്ടാകുന്ന നാശനഷ്ടങ്ങളെ കുറിച്ചാണ് നമുക്ക് സങ്കടം തോന്നുക. പുരാരേഖ വകുപ്പ് നമ്മുടെ നാടിൻ്റെ ചരിത്രം പുതുതലമുറയിലേക്ക് പകർന്നു നൽകുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് ഇന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പഴയ കാലം എന്തായിരുന്നു, ഇവിടെ കാളിയോല ഗ്രന്ഥങ്ങളെക്കുറിച്ചും മറ്റ് എല്ലാം ഇവിടെ സൂപ്രണ്ട് ഒന്ന് പരാമർശിച്ച് കടന്നുപോയി. എന്തായിരുന്നു നമ്മുടെ ഇന്നലെകൾ എന്ന കാര്യം നമ്മുടെ പുതുതലമുറ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇവിടെ ഒന്നേ പറഞ്ഞുള്ളൂ, വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച്. വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമുക്കിന്ന് അത്ഭുതം തോന്നുന്നു. റോഡിലൂടെ നടക്കാൻ ആരാണ് നമ്മളെ എതിർത്തിരുന്നത്? അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ നിന്നായി 70ഓളം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. LP വിഭാഗത്തിൽ സാത്വിക് P സുധേഷ് 1ാം സ്ഥാനവും ദുർഗ, അരുണിമ എന്നീ വിദ്യാർത്ഥികൾ 2, 3 സ്ഥാനങ്ങളും കരസ്ഥമാക്കി. UP വിഭാഗത്തിൽ സൂര്യ സാബു 1ാം സ്ഥാനവും സ്വാംശി S പ്രഭു, ശിവകാമി എന്നിവർ 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. ഹൈസ്കൂൾ വിഭാഗത്തിൽ കാർത്തിക് S 1ാം സ്ഥാനവും ഋതുനന്ദ, സ്നേഹ സാബു എന്നിവർ യഥാക്രമം 2, 3 സ്ഥാനങ്ങളും കരസ്ഥമാക്കി. വിജയികൾക്ക് ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. മ്യൂസിയം സൗഹൃദ സമിതി അംഗങ്ങളായ D ബാബുരാജ്, കേരള ട്രഡീഷണൽ ഓയിൽ പെയിൻറ്റിംഗ് ആർട്ടിസ്റ്റ് ശ്രീ ലിജിത്ത് N ഗംഗാധരൻ, ചിത്രരചന കലാകാരനായ ശ്രീ M പ്രഭ തുടങ്ങിയവർ സംസാരിച്ചു. വൈക്കം സത്യാഗ്രഹ സ്മാരക ഗാന്ധി മ്യൂസിയം സൂപ്രണ്ട് ശ്രീമതി മജു, ശ്രീമതി ആര്യ S, മ്യൂസിയം സൗഹൃദ സമിതി അംഗങ്ങളായ D ബാബുരാജ്, കേരള ട്രഡീഷണൽ ഓയിൽ പെയിൻറ്റിംഗ് ആർട്ടിസ്റ്റ് ശ്രീ ലിജിത്ത് N ഗംഗാധരൻ, ആർട്ടിസ്റ്റായ ശ്രീ വൈക്കം പ്രഭ തുടങ്ങിയവർ സംസാരിച്ചു. വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്ന ഒരു സമരം ഒരു കാലത്ത് ഇവിടെ നടന്നിരുന്നു. നിങ്ങളുടെയൊക്കെ അപ്പൂപ്പന്മാരുടെ കാലഘട്ടത്തിൽ നടന്ന ഒരു സമരമാണ്. 603 ദിവസം നീണ്ടു നിന്ന ഭയങ്കര ഒരു സമരം. അതായത് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു സമൂഹം ഒറ്റക്കെട്ടായി നടത്തിയ സമരമാണ്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നാം ഇവിടെ ഈ മ്യൂസിയം സജ്ജീകരിച്ചിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട രേഖകളാണ് നാം ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ ഫ്രീ ആവുന്ന സമയത്ത് ഇതൊക്കെ വന്ന് കാണുക. വിഷൻ ന്യൂസ്, വൈക്കം.